മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി 16-ാം ധനകാര്യ കമ്മീഷൻ. മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ധനമന്ത്രി യോഗത്തിൽ അവതരിപ്പിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ധനകാര്യ കമ്മീഷനും 16-ാം ധനകാര്യ കമ്മീഷനും തമ്മിലുള്ള കൂടിക്കാഴ്ച പൂർണ്ണമായും അവസാനിച്ചോ? തീർച്ചയായും ശരത്, അല്പസമയത്തിന് മുൻപാണ് മുഖ്യമന്ത്രിയുമായുള്ള, അതായത് സർക്കാരുമായിട്ടുള്ള 16-ാം ധനകാര്യ കമ്മീഷന്റെ യോഗം അവസാനിച്ചത്. ആ യോഗത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ധനമന്ത്രി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ധനകാര്യ കമ്മീഷന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ കേരളം അവഗണനയുടെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ അനുകൂലമായ നിലപാട് ധനകാര്യ കമ്മീഷന്റെ ശുപാർശയിൽ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം മുൻനിർത്തി തന്നെയാണ് വിഷയങ്ങൾ അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിന്റെ പൊതുസ്ഥിതി യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഈ യോഗം പൂർത്തിയാക്കി മറ്റ് യോഗങ്ങളിലേക്ക് കൂടി, മറ്റ് കൂടിക്കാഴ്ചകളിലേക്ക് കൂടി ധനകാര്യ കമ്മീഷൻ കടന്നിട്ടുണ്ട്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട യോഗം എന്ന് പറയുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ഡോക്ടർ KN ഹരിലാൽ ഉൾപ്പെടെയുള്ളവരുമായിട്ടുള്ള യോഗം, ആദ്യഘട്ട യോഗം പൂർത്തിയായി. അതിനുശേഷം വ്യാപാരി വ്യവസായി പ്രതിനിധികളെ മായിട്ടുള്ള കൂടിക്കാഴ്ചയും പൂർത്തിയായിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ടുള്ള കൂടിക്കാഴ്ച കൂടിയുണ്ട്. ഇതിനുശേഷം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷന്റെ വാർത്താ സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലായിരിക്കും സംസ്ഥാനത്തെ സന്ദർശനം, സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമുള്ള കമ്മീഷന്റെ ഒരു പൊതു നിലപാട് വ്യക്തമാകുക. ശരത്. ശരി 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 ഷീജ.